പെരുമ്പാവൂർ റയോൺസ് വർഷങ്ങളായി അടഞ്ഞു കിടന്ന് കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇത് ഒഫീഷ്യൽ ലിക്വിഡേറ്ററിൻ്റെ കയ്യിലേക്ക് പോയിരുന്നു. ഇപ്പോൾ കിൻഫ്ര അത് ഏറ്റെടുക്കാനുള്ളത് നടപടികൾ 30 ഏക്കറിൽ പൂർത്തീകരിച്ചു. 30 ഏക്കർ ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 38 ഏക്കർ കൂടിയാണുള്ളത്. അതും അധികം വൈകാതെ നമ്മുടെ കയ്യിലേക്ക് വരുമെന്നാണ് കണക്കാക്കുന്നത്. അത് കണ്ട് ഇവിടെ പുതിയ വ്യവസായങ്ങൾക്ക് പറ്റുന്ന പൊല്യൂഷനൊന്നുമില്ലാത്ത വ്യവസായങ്ങൾ എന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യത്തേതിൽ നമുക്ക് ലീസിന് കൊടുക്കാൻ പറ്റുന്നത് 30 ഏക്കറിൽ 18.43 ഏക്കറാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടി വരും. അതിൽ പ്രധാനമായിട്ട് ഇലക്ട്രോണിക്സ് വ്യവസായമാണ്. നമ്മുടെ സമ്മിറ്റിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അടുത്തതിൽ റിസർച്ച് സെൻറ്ററിന് പ്രധാനമായിട്ട് ഇലക്ട്രോണിക്സ് ഒക്കെ വരുമ്പോൾ R&D പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ റിസർച്ച് സെൻറ്റർ, പിന്നെ ഒരു STF സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി, അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാവും. ഈ രണ്ടിലും ഇപ്പോൾ ഇ-കോമേഴ്സിന് ഈ വരുന്ന ഇലക്ട്രോണിക്സ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ വെയർ ഹൗസിങ് ഇ-കോമേഴ്സ് സംവിധാനം ഉണ്ടാവും. പിന്നെ ഒരു ഇൻക്യുബേഷൻ ബ്ലോക്ക് പുതിയ ആളുകൾക്ക്, പിന്നെ വരുന്നവർക്ക് അപ്പം തന്നെ വ്യവസായം തുടങ്ങാൻ ഒരു മിനിറ്റും കളയാതെ പ്ലഗ് ആൻഡ് പ്ലേ വരുമ്പോൾ തന്നെ പ്ലഗ് കുത്തിയാൽ മതി, അപ്പോൾ തുടങ്ങാവുന്ന ആ സൗകര്യവും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. പിന്നെ പുതിയ നാനോ ടെക്നോളജി, അതിനൊരു ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തേലും കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അതിന് സ്ഥലം കണ്ടിട്ടുണ്ട്. റോബോട്ടിക്സ് ഏറ്റവും പുതിയ സംവിധാനം. ഇതുകൂടാതെ ഈ മേഖലയൊക്കെ ആയതുകൊണ്ട് ഫുഡ് പ്രോസസ്സിങ്, അതിനും സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 25.74 ഏക്കർ രണ്ടും കൂടി ഈ 68 ഏക്കർ നമുക്ക് കിട്ടുമ്പോൾ 44.17 ഏക്കറാണ് ഉപയോഗിക്കാൻ കഴിയുക. ബാക്കി പല ഇതിലേക്ക് അങ്ങ് മാറും. അതിന് പൂർണ്ണമായിട്ടും മാസ്റ്റർ പ്ലാൻ ആയി കഴിഞ്ഞു. ഇതിന് മരമെല്ലാം കുറേ ക്ലീൻ ചെയ്ത് വർക്ക് തുടങ്ങേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്പറിങ് കഴിഞ്ഞു, വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ടെൻഡർ നടപടികളും ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാബിനറ്റിൽ ഇതിൻ്റെ വില നിർണ്ണയിക്കണം. ആ വില നിർണ്ണയിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നടപടികൾ ആരംഭിക്കും. പിന്നെ ഇതിന് ഡെവലപ്മെൻറ്റിനുള്ള ടെൻഡർ വിളിക്കും. അപ്പോൾ പെരുമ്പാവൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളായിരിക്കും ഇവിടെ വരിക. പൊല്യൂഷനൊന്നുമില്ലാത്ത ആധുനിക വ്യവസായങ്ങൾ. മറ്റാവശ്യങ്ങൾക്കെല്ലാം പല ഡിമാൻഡുകൾ ഉണ്ടെങ്കിലും ഇപ്പം തന്നെ ഉള്ള സ്ഥലം ഈ വന്ന ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ തികയുന്നില്ല. അതുകൊണ്ട് മറ്റാവശ്യങ്ങൾക്കെല്ലാം നിങ്ങൾ വേറെ സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി ഇതിനോട് സഹകരിക്കുക. ഇത് നല്ല മാറ്റം ഉണ്ടാവും, ഈ നാടിൻ്റെ മുഖച്ഛായ മാറും. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.